കറി വെക്കാൻ കുക്കർ അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, സബോള ഇടുകയാണ്. സബോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് അല്പം കഴിഞ്ഞ് തക്കാളി ഇടുകയുള്ളൂ. ഉപ്പിടുകയാണ്. ഇപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. അല്പം കുരുമുളക് പൊടി, അല്പം മസാലപ്പൊടി, തക്കാളി ചേർത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അല്പം വീതം ചേർക്കുകയാണ്. ഇനി ചിക്കനും കൂടി ഇട്ട് വഴറ്റുകയാണ്. ചിക്കനും ഇട്ട് നന്നായി മിക്സ് ചെയ്തു, എല്ലാം ചേർത്ത് മിക്സ് ചെയ്തു. ഇനി അടപ്പിട്ട് അടക്കി ഇത് വേഗം വെക്കുകയാണ്. തേങ്ങാച്ചോറ്, അതായത് മഞ്ഞച്ചോറ് വെന്തു. പിന്നെ ചെറു തീയിൽ കിടന്ന് ആവി വന്നാൽ മാത്രം മതി, ഒന്ന് ഒരു ഫ്രഷ് ആയാൽ മതി. തീയെല്ലാം ഞാൻ പിരിച്ചു. ഇനി ഇങ്ങനെ തന്നെ ഇരുന്നതങ്ങ് വെന്തോളും. ചിക്കൻ വെന്തു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അടുത്തത് പരിപ്പ് താളിക്കാൻ വേണ്ടി കടുക് പൊട്ടുന്നു. ഉള്ളിയും കടുകും കരിവേപ്പിലയും ഇട്ടു. തേങ്ങാച്ചോറിൻ്റെ പ്രധാന കറിയാണ് പരിപ്പ്. ഉള്ളി മൂത്തു. ഇനി പരിപ്പ് അങ്ങ് എടുക്കാം. വീഴുന്നില്ല. പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. തേങ്ങാച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കറിയാണ് പരിപ്പ്. ചിക്കനും റെഡി, തേങ്ങാച്ചോറും റെഡി. ഇനി ഇത് അല്പം കൂടെ ഒന്ന് ഉറയ്ക്കാനുണ്ട്, തണുക്കുമ്പോൾ ഉറച്ചോളും. ചിക്കൻ ഇച്ചിരി ചാറായിട്ടാണ്, അത് കഴിഞ്ഞ് അടച്ചു വെക്കുകയാണ്. പരിപ്പും റെഡിയായി, അതും അടച്ചു വെച്ചു. ഇത് ഇനി പിള്ളേരൊക്കെ വരാനുണ്ട്, കൊച്ചുമക്കൾ. അവരൊക്കെ വന്ന് കഴിക്കുന്ന സമയത്ത് ഇനി നിങ്ങളെ കാണിക്കാം കേട്ടോ.